നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ M പത്മകുമാർ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന M പത്മകുമാറിന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് EMS സ്മാരക ഭവനിൽ വെച്ച് നടന്ന അനുസ്മരണ പൊതുയോഗം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. 2001 പാർട്ടി സമ്മേളനത്തിലാണ് സഖാവ് M പത്മകുമാറിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. 2001 നവംബർ മാസം നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ലോക്കൽ കമ്മിറ്റി സഖാവ് പത്മകുമാറിനെ തെരഞ്ഞെടുത്തത്. പിന്നീട് ഏരിയ കമ്മിറ്റി അംഗമായ കുറച്ചു കാലം സഖാവ് പ്രവർത്തിച്ചപ്പോൾ 2001 മുതൽ 2020 വരെയുള്ള കാലത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും എന്ന നിലയിലുള്ള പ്രവർത്തനം സംഘടനാ രംഗത്ത് നിർവഹിച്ചു. പാർലമെന്ററി രംഗത്ത് ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ 2005 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിച്ചു. സഖാവ് K പപ്പേട്ടനായിരുന്നു അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. K പപ്പേട്ടൻ, മുഹമ്മദ് മാസ്റ്റർ വൈസ് പ്രസിഡന്റ്. പിന്നീട് K പപ്പേട്ടൻ ആരോഗ്യപരമായ തീരുമാനമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുകയും മമ്മൂട്ടി മാസ്റ്റർ പ്രസിഡന്റ് ആവുകയും പത്മകുമാർ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലുമാണ് പിന്നീടുള്ള കാലം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നിർവഹിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഖ്യാതി നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. 2010 തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് മത്സരിച്ചത്. വെള്ളാറകുളം വാർഡിൽ നിന്ന് നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥിയെ, നമ്മുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. ഇന്നത്തെ പോലെ 8 അംഗങ്ങളുള്ള പ്രതിപക്ഷ ഗ്രൂപ്പിന്റെ ലീഡർ എന്ന നിലയിൽ ഇവിടെ പഴയന്നൂർ പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തിന്റെ നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് നിരവധിയായ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കും ഒക്കെ സഖാവ് നേതൃത്വം നൽകി. പിന്നീട് നടന്ന 2015 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് വീണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് സഖാവ് തങ്കമ്മയും പത്മകുമാർ വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചു. അപ്പോഴാണ് തുടർച്ചയായി ബ്ലോക്ക് പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന അവാർഡൊക്കെ നേടിയത്. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി K നന്ദകുമാർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാർട്ടി രംഗത്തും അതുപോലെ തന്നെ പാർലമെന്ററി രംഗത്തും എല്ലാ രംഗങ്ങളിലും ഒരു നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സഖാവ് പപ്പൻ. പപ്പൻ ആകസ്മികമായിട്ട് നമ്മളെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഭാഗമായിക്കൊണ്ട് പപ്പനുണ്ടായി തുടങ്ങി വെച്ച മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സഖാവ് എന്നാണോ ആഗ്രഹിച്ചിരുന്നത്, പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനവും പ്രത്യേകിച്ച് CPIM വളർന്നതിനു വേണ്ടി, വളർത്തുന്നതിനു വേണ്ടി പഴയന്നൂരിൽ ഇത് മാത്രമല്ല പൊതുവെ ചേലക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ മുഴുവൻ വലിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു സഖാവാണ് പപ്പൻ. നേരത്തെ സൂചിപ്പിച്ച കൂട്ടത്തിൽ DYFI രംഗത്ത് നല്ല നിലവാരത്തിൽ പ്രവർത്തിച്ചു. ഇവിടുത്തെ ഫാം വർക്കേഴ്സ് യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു സഖാവ് ഭരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ പാർലമെന്ററി രംഗത്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. അതുകൂടാണ്ട് പഞ്ചായത്ത് മെമ്പറായിരുന്നു. പാർലമെന്ററി രംഗത്തും ആ സഖാവ് പരമാവധി ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇടപെടുന്നതിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. CPIM പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KP ശ്രീജയൻ, KM അസീസ്, NE പരമേശ്വരൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് പഴയന്നൂർ.